ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ കൊണ്ടുള്ള റെസിപ്പിയാണ്. കടായി പനീറാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ട, ഞാൻ ഇവിടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേയധികം പനീറിൻ്റെ റെസിപ്പി ഉണ്ട്. പനീർ ഉണ്ടാക്കുന്ന വിധമൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കടായി പനീർ ഉണ്ടാക്കാൻ തുടങ്ങാം. പനീർ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പനീർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം ഒന്ന് കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി പനീറിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പനീറിൽ പിടിപ്പിക്കണം. മിക്സ് ചെയ്തെടുത്ത പനീർ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു മീഡിയം സവാളയും സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. സവാള കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ഇതളുകളായിട്ട് അടർത്തിയെടുക്കണം. ആദ്യം ക്യാപ്സിക്കം സവാളയും പനീറെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ക്യാപ്സിക്കത്തിൻ്റെ കളർ മാറിപ്പോകരുത്. 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. 3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കി ഓയിലിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പനീർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിനായിട്ടൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കയും 3 ഗ്രാമ്പും ചേർത്തൊന്ന് മൂപ്പിക്കണം. മസാല എല്ലാം നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലൊരു വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 6 കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കശുവണ്ടി കൂടി ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഈ തക്കാളിയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. തക്കാളി ഇത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. 3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. വഴറ്റി വെച്ചിരിക്കുന്ന മസാല തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. മസാല നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ മസാല നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടായി പനീർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ബേ ലീഫും 2 ചെറിയ കഷ്ണം പട്ടയും ഇട്ടൊന്ന് മൂപ്പിക്കണം. ഇവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അരപ്പെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ കടായി പനീർ നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മസാല ഒന്ന് തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാനൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാൻ്റെ മൂടി മാറ്റിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് കയ്യിൽ വെച്ച് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം സവാളയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണ്ട, കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന കറിയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് വീണ്ടും ഗ്രേവി ഒന്ന് തിക്കായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പനീർ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി ഒരു 3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഇനി പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കാം. ഞാൻ ഇതിൽ ഫ്രഷ് ക്രീമൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ കറി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കറി മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ല ടേസ്റ്റിയുമായി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.